പാർട്ടികളിലും മുന്നണികളിലും പൊട്ടിത്തെറി. പാലക്കാട് തോൽവിയുടെ പേരിൽ ബി.ജെ.പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിടുകയാണ്. അടിയന്തര കോർ കമ്മിറ്റി വിളിക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കൃഷ്ണദാസ് പക്ഷം രംഗത്തെത്തി. പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് വി മുരളീധരൻ ഒഴിഞ്ഞുമാറി. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ബി.ജെ.പി മറ്റന്നാൾ അവലോകന യോഗം ചേരാൻ പോകുന്നു. എസ് ശ്രീകാന്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ കെ സുരേന്ദ്രനെതിരായ നീക്കം സജീവമാവുകയാണല്ലോ ബി.ജെ.പിയിൽ. ഇപ്പോൾ വി മുരളീധരൻ കൂടി അദ്ദേഹത്തെ കൈവിടുകയാണല്ലോ ശ്രീകാന്ത്. ഉന്മേഷ്, ഇത്രയും കാലം വി മുരളീധര പക്ഷ നേതാവായി അറിയപ്പെട്ടിരുന്നയാളാണ് കെ സുരേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്ത നൽകിയതാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ അകന്നു എന്നുള്ള കാര്യം. അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി ജസ്റ്റ് വന്നു പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇക്കാര്യം നമ്മൾ വ്യക്തമാക്കിയതാണ്. അതിന് തൊട്ടു പിന്നാലെ വി മുരളീധരന്റെ പ്രസ്താവനയും വന്നു. പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്നും താൻ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള നേതാവായിരുന്നു എന്നുമാണ് വി മുരളീധരൻ പറഞ്ഞത്. അതായത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനാണ്, മറ്റാർക്കുമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് വി മുരളീധരൻ. അതായത് വി മുരളീധരൻ കെ സുരേന്ദ്രനെതിരായ ഈ പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകുന്നു എന്ന് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച കൊച്ചി മറൈൻ ഹോട്ടലിൽ വെച്ച് കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതൊരു ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടികളാണെന്നാണ് പറയുന്നത് അവർ. അതായത് അവരുടെ ഈ മെമ്പർഷിപ്പ് വിതരണം അടക്കം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട യോഗമാണെന്ന് പറയുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അവിടെ രൂക്ഷമായ വിമർശനം കെ സുരേന്ദ്രൻ ഏറ്റുവാങ്ങേണ്ടി വരും. കെ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോവുകയാണ്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ പാളിച്ചയുണ്ടായെന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മൂത്താൻതറ അടക്കമുള്ള ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വോട്ട് കുറഞ്ഞത് ഈ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പിന്റെ ഭാഗമായാണ്. സ്ഥാനാർത്ഥിയുടെ ഭാര്യയോടുള്ള എതിർപ്പ് ഈ നഗരസഭയിലെ പല കൗൺസിലർമാരും പ്രചാരണത്തിനിറങ്ങാതിരുന്നതിന് കാരണമായി എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി.ജെ.പി നേതാക്കൾ. അതേസമയം കെ സുരേന്ദ്രൻ വിഭാഗം ഇതിന് തടയിടുന്നത് വേറെ രീതിയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന വി മുരളീധരന്റെ വിശ്വസ്തൻ പി രഘുനാഥിന് ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. വിവിധ ശക്തി കേന്ദ്രങ്ങളുടെ ചാർജ് ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ ആ സ്ഥലത്തേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വോട്ട് ചേർക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യഘട്ടം മുതൽ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നോ മറ്റോ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരാക്ഷേപം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കെ സുരേന്ദ്രന്റെ തലയിലേക്ക് വരും. ചൊവ്വാഴ്ചത്തെ ബി.ജെ.പി ഭാരവാഹി യോഗത്തിൽ കെ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. വി മുരളീധരനും ഇപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കില്ല. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കമാണ് പാർട്ടിയിൽ.